ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. അങ്ങനെ ചീനാമൈസ് നമ്മൾ ഹൈദരാബാദ് വിടുവാണ്, നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ മോർണിംഗ് 3 o'clock എണീറ്റ് എന്നേക്കുമായി ഹൈദരാബാദ് വിടുന്നൊരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ നേരെ നാട്ടിലോട്ടാണ് പോകുന്നത്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് പോകാനായിട്ടുള്ള ഒരിത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ കണക്റ്റിംഗ് രീതിയിലാണ് പ്രാവശ്യം പോകുന്നത്. ഹൈദരാബാദ് ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു കേരള, അങ്ങനെ 2 ദിവസം എടുത്തിട്ടാണ് നാട്ടിലെത്തുന്നത്. ഡയറക്റ്റ് നമുക്ക് ഒറ്റ ഒരു ഇതിൽ വേണമെങ്കിൽ പോകാൻ പറ്റുന്നതാണ്. പക്ഷെ ട്രെയിൻ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു ആ ഒരു ടൈമിൽ. ഞങ്ങളുടെ ഹൈദരാബാദ് ലോകത്തുനിന്ന് താങ്ക് യു പറഞ്ഞിറങ്ങാണ് വെച്ചാൽ അവസാനമായിട്ട് സെക്ഷനിലോട്ടൊക്കെ ഒന്ന് കയറി എല്ലാവരോടും ടാറ്റ പറയുന്നു. വെങ്കിയായിരുന്നു ഡ്യൂട്ടിയിൽ. അപ്പോൾ ഇത് 3 o'clock ആട്ടോ. മോർണിംഗ് ഞങ്ങൾ എണീറ്റു. ഉറക്കത്തിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്, കുഴപ്പമില്ല, ചെന്നിട്ട് കയറിയിട്ട് ഉറങ്ങാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. വന്ദേ ഭാരതിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽ വ്ളോഗ് ഞാൻ വന്ദേ ഭാരതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് അങ്ങനെ വ്ളോഗിൻ്റെ ഡീറ്റെയിൽ ആവശ്യമില്ലെന്നോ തോന്നുന്നു. ഒരു ബ്രീഫായിട്ട് നമ്മൾ കാണിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ തന്നെ അങ്ങ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളൊരു 5 മണിയായപ്പോഴാണ് അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. വന്ദേ ഭാരത് എത്തിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ ബാംഗ്ലൂരിലെത്തും. ഫാസ്റ്റ് ട്രാവൽ ആയതുകൊണ്ട് വന്ദേ ഭാരത് നല്ലൊരു ഓപ്ഷനായിരുന്നു നമ്മുടെ ഈ ഒരു ജേഡിയിൽ. ഇതിൻ്റെ അകത്ത് തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ടെൻഷൻ എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കോഫി, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മണിയായപ്പോഴാണ് വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആ ടൈമിൽ ഒലിവറിന് കുറച്ച് ഉറക്കത്തിൻ്റെ പ്രശ്നത്തിലുള്ളതുകൊണ്ട് നടത്തി ഞാൻ കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 3 മണിക്ക് എണീറ്റപ്പോഴേ കൂടെ എണീറ്റിരിക്കുകയാണ്. അപ്പോഴേ ഉറങ്ങിയിട്ടില്ല ഒലിവർ. അതിനുശേഷം ഒലിവറിനെ ഫീഡ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് ഉറക്കി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. നമ്മൾ ഓരോരുത്തരായിട്ടോ കഴിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിഷ് തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഒലിവറിനെ കൈ വെച്ചിരുന്നുകൊണ്ട് ഇച്ചാനാണ് എനിക്ക് പ്രിപ്പയർ ആക്കി തന്നത്. അങ്ങനെ ഒരു 10-11 മണിയായപ്പോൾ ഒലിവർ എണീറ്റു. പിന്നെ കുഴപ്പമില്ലായിരുന്നു, അവൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. 12 മണിയായപ്പോൾ തന്നെ ലഞ്ച് എത്തിയിട്ടുണ്ടായിരുന്നു. വന്ദേ ഭാരത് ഫുഡിൻ്റെ ടൈം പക്കയായിരുന്നു. കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് അത്ര വിശപ്പൊന്നും ഇല്ല. തന്നെ ഡെസർട്ടിനായിട്ട് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് കൃത്യം 1 മണിയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 2 മണിക്കുള്ളത് 1 മണിക്ക് കുറച്ച് നേരത്തെ ആയിട്ടാണ് നമ്മൾ ബാംഗ്ലൂരിലെത്തിയത്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. അവിടെ നേരെ മെട്രോ സ്റ്റേഷനിൽ പോയി ബാംഗ്ലൂരിലെ അപ്പച്ചൻ്റെ അമ്മച്ചയും വീട്ടിലാണ് നമ്മൾ അന്ന് സ്റ്റേ ചെയ്തത്. ഞാൻ ലാസ്റ്റ് ബാംഗ്ലൂരിൽ വന്നത് എൻ്റെ ഈ ചാനൽ കല്യാണം കഴിഞ്ഞിട്ട് അപ്പച്ചനും അമ്മച്ചയും കാണാൻ ഞങ്ങളുടെ ഹണിമൂണും കൂടെയൊക്കെ ആയിരുന്നു ബാംഗ്ലൂർ. അങ്ങനെയാണ് കേട്ടോ വന്നത്. ഇപ്പോൾ ഒരുപാട് ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂരിൽ വരുന്നത്. ബാംഗ്ലൂർ വന്നിച്ചു തന്നെ. ബാംഗ്ലൂർ അപ്പോൾ ഇത് ഒലിവറിൻ്റെ ഫസ്റ്റ് മെട്രോ. പറഞ്ഞ പോലെ ഒലിവർ ആദ്യമായിട്ടാണ് കേട്ടോ മെട്രോയിൽ കയറാൻ പോകുന്നത്. അപ്പോൾ തന്നെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുക്കും. പിന്നെ ബാംഗ്ലൂർ എന്ന് വെച്ചാൽ എൻ്റെ സ്കൂളും കോളേജ് വെച്ചാൽ വളർന്നതെല്ലാം ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂരിൻ്റെ കുറേ കഥകളും സ്റ്റോറീസൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയ വഴിക്കായിരുന്നു വെച്ചാൽ എൻ്റെ കോളേജ്. അപ്പം അത് കാണാൻ ഫസ്റ്റ് ടൈമാണ് വെച്ചാൽ എൻ്റെ കോളേജ് കാണുന്നത്. അന്ന് വന്നപ്പോൾ ഈ വഴി കൂടെ ഒന്നും അല്ലായിരുന്നു വന്നത്. എനിക്ക് വലിയ ഓർമ്മയും പിടുത്തമൊന്നുമില്ല. ഹായ് ദീപു. അങ്ങനെ നമ്മൾ ദീപുവിൻ്റെ വീട്ടിൽ ബാംഗ്ലൂരിലാണിപ്പോൾ. അങ്ങനെ അപ്പച്ചൻ്റെ അമ്മച്ചീൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ നമ്മുടെ സാധനങ്ങൾ കൊണ്ട് തന്നെ ഹോള് മൊത്തം നിറഞ്ഞു. ഈ അപ്പച്ചൻ അമ്മച്ചി എന്ന് പറയുന്നത് അമ്മയുടെ അമ്മയും പപ്പയൊന്നും അല്ല, ശരിക്കും പറഞ്ഞാൽ ആൻറ്റി അങ്കിളും മാതിരിയാണ്. ഷീച്ചാൻ അപ്പച്ച അമ്മഞ്ഞെന്ന് കുഞ്ഞിലെ വിളിച്ചത് കൊണ്ട് അങ്ങനെ വിളിയായിപ്പോയതാണ്. അമ്മച്ചി വക സ്പെഷ്യൽ ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ വരുന്ന അച്ചു കഴിച്ചിട്ട് ഞാൻ വെച്ചാൽ പിന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, സ്പൈസസ് ഉണ്ടായിരുന്നു, ഈ 4 മണിയുടെ ഐറ്റംസ്, പപ്സ്, അങ്ങനെ A to Z കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കൂൾ ഐറ്റംസ് ഉണ്ടായിരുന്നു. കേക്ക്, പേസ്ട്രി, ഡെസേർട്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. കുറേ നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഒരു വല്ലാത്തൊരു ആക്രാന്തമായിരുന്നു. 2-3 ഐറ്റം ട്രൈ ചെയ്തിട്ട് ബർഗറും കഴിച്ചു. പാഴ്സലും മേടിച്ചിട്ട് പോയായിരുന്നു കേട്ടോ. എല്ലാത്തൊന്നും കഴിക്കാനായിട്ട് തോന്നി. ഒരുപാട് പിന്നെ കഴിച്ചില്ല. പല പല ഫ്ലേവർ ആയിരുന്നു. കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇത് വരും. പിന്നെ ½ kg കുഞ്ഞു കുഞ്ഞു നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള കേക്കുകളുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി ഇന്നത്തെ ഡേ. അങ്ങനെ തിരിച്ചു പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് കിടന്നുറങ്ങി. എഗെയിൻ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്, ഫ്രം ബാംഗ്ലൂർ ടു കേരള. അപ്പോൾ ഇന്ന് 2:30 എണീക്കേണ്ടി വന്നു. നമ്മൾ മോർണിംഗ് ഫ്ലൈറ്റിനാണ് കേട്ടോ പോകുന്നത്. 5 o'clock ആണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം. അപ്പോൾ അപ്പച്ചനും അമ്മച്ചോടും ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. ഈ ഒരു ഫ്ലൈറ്റ് ജേണി എന്ന് വെച്ചാൽ ഒലിവറിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്, വെച്ചാൻ്റെ അമ്മേൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഞാൻ വെച്ചാൽ ഒരുമിച്ച് എയർ ട്രാവൽ ചെയ്യുന്ന ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ പറഞ്ഞു. 4 o'clock ആയപ്പോൾ തന്നെ നമ്മൾ എയർപോർട്ടിലെത്തി. അപ്പോൾ എയർപോർട്ടിലെത്തിയ ശേഷം
പകൽ പോലായിരുന്നു, ഒരു രാത്രിയുടെ ഒരു ഫീലേ തോന്നിച്ചില്ല. ലൈറ്റും ബിസി അതും എല്ലാം കൊണ്ടിട്ട് ഇപ്പം അങ്ങനെ ചെക്കിങ്ങും പ്രോസസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം വലുതായിട്ട് നമുക്ക് തോന്നിയില്ല. ഇന്നലെ നമ്മൾ 3 o'clock എണീറ്റു, ഇന്ന് 2:30 എണീറ്റു. 2 ദിവസത്തിൻ്റെ ഉറക്ക ക്ഷീണമുണ്ട്. പക്ഷേ നമുക്ക് ഫ്ലൈറ്റിൽ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമുക്ക് പ്രത്യേകിച്ച് ക്ഷീണമായിട്ടൊന്നും തോന്നി. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഒലിവർ നമ്മളോട് ഇങ്ങനെ ഉറങ്ങാതെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഫുൾ ടൈം ഒലിവർ ഫുൾ ആക്റ്റീവായിരുന്നു, ഓടിച്ചാടി കളിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വിധത്തിൽ നല്ലതാണ്, കാരണം അവൻ്റെ ഫസ്റ്റ് ഫ്ലൈയിൽ അവൻ ഉറങ്ങിയാൽ പിന്നെ എന്തിനാണ്, അവനെല്ലാം കാണണ്ടേ. എന്തായാലും ആൾ നല്ല എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ ഉറങ്ങിയെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് കയറിയ ശേഷമാണ് കേട്ടോ ഒലിവർ ഉറങ്ങി. അതുവരെ ഒലിവർ കാണേണ്ടതെല്ലാം കണ്ടു ഫുള്ള്. അതായത് നമുക്ക് വലിയ കരച്ചിലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവൻ നല്ല കോപ്പറേറ്റ് ചെയ്ത് തന്നെയായിരുന്നു ഇരുന്നത്. വണ്ടി കണ്ടേ, ജീപ്പ് 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 എന്തിനാ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ കൃത്യം 7 o'clock നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തും. അതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ മോർണിംഗിലേ എത്തുന്നതുകൊണ്ട് അന്നത്തെ ദിവസം നമുക്ക് ഫുള്ളായിട്ട് കിട്ടുമല്ലോ, യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു 2 hours നമുക്ക് സുഖമായിട്ട് എന്തായാലും ഫ്ലൈറ്റിൽ ഉറങ്ങാനും പറ്റും. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഫുൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒലിവർ പെട്ടെന്ന് തന്നെ ഉറങ്ങി. ഞാൻ വിചാരം ഇടയ്ക്ക് ഉറങ്ങിയായിരുന്നു. പിന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് എടുക്കുന്ന വീഡിയോയും ക്ലിപ്പിങ്ങാണ് കേട്ടോ ഇത്. അമ്മ ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. നേരം വെളുക്കുന്ന വരെ അമ്മ ഇങ്ങനെ സ്കൈയും കണ്ട് ഫുള്ള് ഇരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തെത്തി. അതൊരു നല്ല ഉറക്കം. അങ്ങനെ 6:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തി. അപ്പോൾ അപ്പയും അപ്പച്ചനും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലഗേജൊക്കെ എടുക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നല്ലൊരു സേഫ് ജേണി ആയിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഹൈദരാബാദിൽ നാട്ടിലേക്ക് വന്ന വ്ളോഗ്. അപ്പോൾ ഇനി നമുക്ക് ഹൈദരാബാദ് റിട്ടേൺ ബാക്ക് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ഇനി ഹൈദരാബാദിൻ്റെ വീഡിയോസൊന്നും ഇല്ല കേട്ടോ. ഞാൻ കുറേ വീഡിയോസിന് ഹൈദരാബാദിൻ്റെ മാത്രമായിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോ ഇതാണ് കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. എനിക്കെന്തോ ഹൈദരാബാദിൻ്റെ ലാസ്റ്റ് ഇത് ഭയങ്കര ഒരു വല്ലാത്ത ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു എൻഡിൽ തന്നെ ഇത് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അഖില ചീന മൈസ്റ്റർ.